വിവാദങ്ങൾക്കിടെ CBSE 12ാം ക്ലാസ് പുനർമൂല്യനിർണ്ണയം പ്രഖ്യാപിച്ചു. 87% അപേക്ഷകളുടെ ഫലമാണ് പുറത്തുവിട്ടത്. 13% അപേക്ഷകളുടെ ഫലം നാളെ പുറത്തുവിടുമെന്നും CBSE അറിയിച്ചു. YS അഭിനന്ദ വിവരങ്ങളുമായി ചേരുകയാണ്. അഭിനന്ദ, 87% അപേക്ഷകളുടെ ഫലമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇനി എപ്പോഴാണ് ബാക്കിയുള്ള ഫലം കൂടി പുറത്തേക്ക് വരിക എന്നാണ് അറിയിക്കുന്നത്? മാധു, അല്പസമയം മുമ്പാണ് CBSE പുനർമൂല്യനിർണ്ണയ ഫലം 12ാം ക്ലാസിന്റെ പുനർമൂല്യനിർണ്ണയ ഫലം പുറത്തുവിട്ടതായിട്ട് CBSE വ്യക്തമാക്കിയിരിക്കുന്നത്. 87% അപേക്ഷകളുടെ ഫലമാണ് നിലവിൽ പുറത്തുവിട്ടിരിക്കുന്നത്. അതിനകത്ത് 13% അപേക്ഷകളുടെ ഫലം ആ കാര്യം അത് കൃത്യമായി എന്നാണെന്ന് അറിയിച്ചിട്ടില്ല. അതിന്റെ പ്രൊസീജിയേഴ്സ് എല്ലാം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം തന്നെ ഇത് പുറപ്പെടുവിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് CBSE ഇറക്കിയ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്തത്. പുനർമൂല്യനിർണ്ണയ ഫലം എന്നത് എന്തുകൊണ്ടാണ് ഏറ്റവും പ്രധാനമാകുന്നതെന്ന് നമുക്കറിയാം. കാരണം ഈ നിർണ്ണയത്തിലെ അതിന്റെ അപ്ലൈ ചെയ്യുന്ന പോർട്ടലിലെ വ്യാപകമായിട്ടുള്ള സാങ്കേതിക തകരാറുകൾ അത് പല ഭാഗത്തുനിന്നും ഉയർന്നു വന്നു. പലതരത്തിലേക്ക് പണം നൽകേണ്ട അവസ്ഥ, പണം നൽകിയിട്ടും കൃത്യമായ സൂക്ഷ്മ പരിശോധന നടത്തിയില്ല, ഫോട്ടോ കോപ്പികൾ കൃത്യമായി ലഭിച്ചില്ല. ഇപ്പോൾ ഫിസിക്സിന്റെ ഫോട്ടോ കോപ്പിക്ക് അപേക്ഷിച്ചവർക്ക് കെമിസ്ട്രിയുടെ ഫോട്ടോ കോപ്പി ലഭിച്ചു. അങ്ങനെ വ്യാപകമായ പരാതികളായിരുന്നു ഇതിനോടകം തന്നെ ഉയർന്നു വന്നതിനിടയിലാണ് ഇപ്പോൾ പുനർമൂല്യനിർണ്ണയം വേഗത്തിൽ പൂർത്തീകരിച്ച ഫലം പുറപ്പെടുവിച്ചിരിക്കുന്നത്. 87% അപേക്ഷകളുടെ ഫലമാണ് നിലവിൽ പുറത്തുവിട്ടിരിക്കുന്നത്. 13% കാര്യത്തിൽ കൃത്യമായ ഒരു ഉത്തരം അത് CBSE നൽകുന്നില്ല. ഉടൻ തന്നെ അത് പുറത്തുവിടുമെന്ന് മാത്രമാണ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. research.cbse.nic.in, cbse.gov.in, digilocker.cbse.gov.in എന്നീ 3 വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാണ്. എത്രയും വേഗം ആ ഫലമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ വരികയും ചെയ്യും. കാരണം ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേക സമിതിയടക്കം നിയോഗിച്ചു. CBSE തന്നെ മേൽനോട്ടം വഹിക്കുന്ന പ്രത്യേക സമിതി നിയോഗിക്കണം. ധർമ്മേന്ദ്ര പ്രധാൻ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം. അതിനിടയിലാണ് പുനർമൂല്യനിർണ്ണയം പൂർത്തിയാക്കി ഇത്തരത്തിലേക്ക് ഫലം പുറത്തു വന്നിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനം. ഇതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള തകരാറുകൾ ഉണ്ടോ എന്നതാണ് ഇനി നോക്കേണ്ടത്. അതിന്റെ പ്രതികരണങ്ങളൊക്കെ അല്പസമയത്തിന് തന്നെ പുറത്തു വരികയും ചെയ്യും. മാധു, ശരി, YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്. വിവാദങ്ങൾക്കിടെ ഇപ്പോൾ പുനർമൂല്യനിർണ്ണയത്തിന്റെ ഫലം പുറത്തുവിട്ടിരിക്കുകയാണ് CBSE, അതും 87%.